അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ആട്ടിൻകൂട്ടിലേക്ക് കാട്ടറബികൾ തള്ളിയിട്ട അദ്ദേഹം അത് ഒരു നിമിഷം ആരെങ്കിലും തന്നെ രക്ഷിക്കാൻ വന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയി. കാരണം ആ കൂട്ടിലകപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീടൊരിക്കലും എനിക്ക് പുറത്തു കടക്കാൻ കഴിയില്ല. തൻ്റെ മുൻപ് ഇവിടെ ജീവിച്ചവരെല്ലാം അങ്ങനെ തന്നെയായിരിക്കും മരണപ്പെട്ടത്. അത് ആ കൂടുകളിൽ എല്ലുകൾ, തലയോട്ടികൾ അത് കാണാമായിരുന്നു. എന്തു ചെയ്യാൻ, ഇവിടെ ആരകപ്പെട്ടാലും ഒരിക്കൽ പോലും ജീവനോടെ പുറത്തു കിടക്കാൻ സാധിക്കില്ല. തൻ്റെ വിധിയും അതാണല്ലോ എന്ന് അദ്ദേഹം ഓർത്തു. വർഷങ്ങൾക്ക് മുമ്പ് താൻ തൻ്റെ പ്രിയപ്പെട്ടവരിൽ നിന്ന് അകന്നു പോന്നപ്പോൾ ഒരിക്കലും വിചാരിച്ചില്ല, പക്ഷേ ഇത്രക്കും വലിയ ചതിക്കുഴിയിലേക്കാണ് കൊണ്ടുപോകുന്നതെന്ന്. എന്നാൽ എൻ്റെ കഫീൽ അതല്ലായിരുന്നു. ഒരിക്കൽ പോലും എനിക്കറിയില്ല എവിടെയാണ് ചതി സംഭവിച്ചതെന്ന്. ഈയൊരു ജോലിക്ക് വേണ്ടിയല്ല ഞാൻ വന്നത്, പക്ഷേ അവരെന്നെ കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു. അയാൾ തൻ്റെ ഭാര്യയെ, മക്കളെ കുറിച്ചോർത്തു. അതെ, ഞാൻ വരുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ വെറും 2 വയസ്സുകാരൻ, എൻ്റെ ഭാര്യ ഗർഭിണി. അല്ലാഹുവേ, അവരോടൊന്ന് സംസാരിക്കുവാനോ ബന്ധപ്പെടുവാനോ എനിക്ക് പിന്നീട് കഴിഞ്ഞില്ല. ഞാനിവിടെ അകപ്പെട്ടു പോയി. എൻ്റെ കുഞ്ഞിനിപ്പോൾ 7 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാകും. അതെ, എൻ്റെ ചെറിയ കുഞ്ഞിന്. വലിയ മോൻക്ക് 10 വയസ്സും. ചെറിയ കുഞ്ഞ് എന്താണെന്നോ ഏതാണെന്നോ അതൊന്നും എനിക്കറിയുന്നില്ല. പാവം എൻ്റെ സൽമത്ത്. അവളോട് യാത്ര പറഞ്ഞു പോരുമ്പോൾ ഒരിക്കൽ പോലും നിൻ്റെ പ്രിയപ്പെട്ട ഇക്ക തിരിച്ചു വരില്ല എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. അതെ, കുഞ്ഞിനെ കാണുവാൻ വേണ്ടി തിരിച്ചു വരും. വീട്ടിലെ പ്രാരാബ്ദങ്ങൾ, ബുദ്ധിമുട്ടുകൾ കൊണ്ട് കയറിയതാണ്. എന്നാൽ അറിഞ്ഞില്ലല്ലോ റബ്ബേ, ഇത്രയധികം ക്രൂരമായൊരു സ്ഥലത്തേക്കാണ് എന്നെ അവർ അന്ന് കൊണ്ടുവന്നതെന്ന്. എയർപോർട്ടിലിറങ്ങിയപ്പോൾ അതെ, തൻ്റെ കഫീൽ തന്നെ കാത്തിരിക്കും, കഫീലാണ് നേരിട്ട് എയർപോർട്ടിലേക്ക് എത്തുക എന്നൊക്കെ പറഞ്ഞിരുന്നു. എന്നാൽ പെട്ടെന്ന് അങ്ങോട്ട് വന്നത് പഴകിയ വസ്ത്രം ധരിച്ച 2 കാട്ടറബികൾ തന്നെയായിരുന്നു. അതെ, ഞങ്ങൾ തന്നെയാണ് അവരെന്ന് പറഞ്ഞ് എന്നെ ആ വാഹനത്തിൽ കൊണ്ടുപോവുകയായിരുന്നു. ഒരുപാട് ദൂരം പിന്നിട്ടു. ദാഹിച്ചെനിക്ക് വലഞ്ഞു. എന്നെ അവർ കയറ്റിയത് അതെ, കുതിരകൾക്കും ആടുകൾക്കും ഒട്ടകങ്ങൾക്കുമെല്ലാം പുല്ല് കൊണ്ടുപോകുന്ന ആ വണ്ടിയുടെ ബാക്കിലെ ആ ഭാഗത്തായിരുന്നു. അവിടെ ഇരുന്ന് ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് പോലും എനിക്കറിയില്ല. അറിയുന്നില്ല ഞാൻ എവിടെ നിന്നാണ് വന്നത്, എങ്ങോട്ടാണ് പോകുന്നതെന്ന്. ഒരുപാട് ദൂരം പിന്നിട്ട് വലിയൊരു വിശാലമായ കണ്ണെത്താ ദൂരത്തുള്ള മരുഭൂമിയുടെ നടുവിലേക്കാണ് അവരെന്നെ കൊണ്ടുവന്നത്. തനിക്കുള്ള ജോലി ഇതാണ് എന്ന് പറഞ്ഞ് ഒട്ടകങ്ങൾക്കും ആടുകൾക്കുമെല്ലാം പുല്ലും ഗോതമ്പുമെല്ലാം കൊടുക്കുന്നത് കാണിച്ചു തന്നു എന്നല്ലാതെ മറ്റൊന്നും അവർ പറഞ്ഞില്ല. അന്ന് കഴിക്കുവാൻ വേണ്ടി 2 റൊട്ടിയും എനിക്കവർ എറിഞ്ഞു തന്ന് പോയതാണ്. പിന്നെ ആഴ്ച കൂടുമ്പോൾ ഒരിക്കൽ വരും. പക്ഷേ അവിടെ നിന്ന് പലവട്ടം ഞാൻ രക്ഷപ്പെടുവാൻ വേണ്ടി ശ്രമിച്ചു. എങ്ങോട്ടെന്നില്ലാതെ ഞാൻ പോകും എനിക്കറിയുന്നില്ല. എങ്കിലും ഭയമാണ്. ഒരിക്കൽ ഞാൻ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് ആ കാട്ടറബികൾ കണ്ടു. അവരെന്നെ ഒരുപാട് ഉപദ്രവിച്ചു. ഹോ, എനിക്ക് എഴുന്നേൽക്കാൻ വരെ പറ്റാത്ത രീതിയിലായി. നീ ഇവിടെ നിന്ന് രക്ഷപ്പെടുവാൻ ശ്രമിക്കുകയാണെങ്കിൽ പിന്നീടൊരിക്കലും നിന്റെ ജീവൻ കാണില്ല. അവരുടെ ആ ഭീഷണി അതായിരുന്നു. അതെ, ഞാൻ അങ്ങനെയങ്ങായി മാറി. ആടുകളുടെയും ഒട്ടകങ്ങളുടെയും ഇടയിൽ ജീവിച്ചു. എന്നെ ഇപ്പോൾ അവരുടെ സ്മെല്ലാണ്. അവരുടെ കൂട്ടത്തിൽ കഴിഞ്ഞ് ഞാനും ഒരു മൃഗമായി മാറിയിരിക്കുകയാണ്. ഒരു മനുഷ്യനെങ്കിലും ഒന്ന് കണ്ടുകിട്ടിയിരുന്നെങ്കിലെന്ന് ഒരുപാട് ആഗ്രഹിച്ചു. എന്തൊക്കെ തന്നെയാലും റബ്ബേ, എൻ്റെ ജീവിതം ഇതാ ഇവിടെ അവസാനിക്കുകയാണ്. എന്നെ അവർ ആ കൂട്ടിലേക്ക് പൂട്ടിയിട്ട് പോയി. ഇനി ഒരാഴ്ച കഴിയാതെ അവർ തിരിച്ചു വരില്ല. ഞാൻ മറച്ചു വെച്ചത്? ഒരുപക്ഷെ ഞാൻ ആ പാവം കുട്ടികളുടെ അവരെ എങ്ങാനും കാണിച്ചു കൊടുത്തിരുന്നെങ്കിൽ. എന്തിന്? അവർ കാട്ടറബികളാണ്, ഒന്നിനും മടിക്കാത്തവരാണ്.
ആ കുട്ടികൾ രക്ഷപ്പെടട്ടെ എന്ന് കരുതി അറിയില്ലെന്ന് തന്നെ പറഞ്ഞു. ആ ദേഷ്യത്തിനാണ് അവരെന്നെ ഇതിലേക്കിട്ടടച്ചത്. ആയിക്കോട്ടെ റബ്ബേ, മരിക്കുകയാണെങ്കിൽ എനിക്ക് നീ ഈമാൻ കൊണ്ടല്ല, എങ്കിലും മടുത്തു, വയ്യ, ഇവിടെ നിന്ന് പുറത്ത് കൊണ്ടുപോകാൻ ആരുമില്ലല്ലോ, ഒരു മനുഷ്യജീവിയെ കാണാൻ കൊതിച്ചു പോകും. ഓ, എന്തൊക്കെ തന്നെയാലും വല്ലാത്തൊരു അനുഭവം തന്നെ. പക്ഷേ മരിക്കാൻ ഭയമില്ല. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട സൽമത്ത്, അവൾക്ക് കൊടുത്തൊരു വാക്കുണ്ട്, ഇക്ക തിരിച്ചു വരും കേട്ടോ. മോളുടെ പ്രസവം കഴിയുമ്പോഴത്തേന് നമ്മുടെ കുഞ്ഞിനെ കാണാൻ തിരിച്ചു വരും കേട്ടോ. അതാണ് വല്ലാത്ത വേദന മനസ്സിന്. എൻ്റെ സൽമത്തിനെ എനിക്ക് അല്ലാ ഒരു വട്ടെങ്കിലും കണ്ടിട്ട് എനിക്ക് മരിച്ചാൽ മതിയല്ല. കാരണം അവളെ ഗർഭിണിയാക്കിയിട്ടാണ് ഞാനിങ്ങോട്ട് പോകുന്നത്. ഒരിക്കൽ പോലും അവൾക്കറിയില്ലല്ലോ, കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരിക്കുന്നുണ്ടാവും അവളെന്നെ. എൻ്റെ വലിയ മോനും ചെറുത് എന്ത് കുട്ടിയാന്ന് പോലും അറിയില്ല, ജീവിച്ചിരിപ്പുണ്ടോ എന്തോ അതും അറിയില്ല, നാടുമായൊരു ബന്ധവുമില്ല. റബ്ബേ, ആ ഒരു കടമ എനിക്ക് ബാക്കിയുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവളോട് എനിക്ക് പറയണം. ഒരു പക്ഷേ എൻ്റെ പ്രിയപ്പെട്ടവൾ വിചാരിച്ചിട്ടുണ്ടാവും, ഇക്ക നല്ല ആളാണ്, എന്തായാലും തിരിച്ചെത്തുമെന്ന് പറഞ്ഞു പോയിട്ട് ഒരു വിവരം പോലും, ഒരു കത്തോ അല്ലെങ്കിൽ ഒരു ഫോണോ ഒന്നുമില്ലല്ലോ. അതെ, പ്രസവ സമയത്ത് ഒരു പക്ഷേ അവൾ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ടാവും, എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ വിവരമില്ലാത്തത് കൊണ്ട്. എന്ത് ചെയ്യാൻ, അവൾ ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരുന്നിട്ടുണ്ടാവും. ഓരോ ദിവസവും കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം വാരി കൊടുക്കുമ്പോൾ അവൾ പറയുമായിരിക്കും, നമ്മുടെ ഉപ്പ വരും, ഉപ്പ ഉണ്ട് നമുക്ക്, അദ്ദേഹം ഗൾഫിലേക്ക് പോയതാണ്, ഒരു വിവരവുമില്ല, വരാതിരിക്കില്ല, വരും എന്നും ഒരു പക്ഷേ അവൾ പൊന്നുമക്കൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ അങ്ങനെ പറയാറുണ്ടായിരിക്കും. ഇനി അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ അല്ലാ, അറിയില്ല, എനിക്കൊന്നും അറിയില്ല. എൻ്റെ ഭാര്യയുണ്ട്, മക്കളുണ്ട്, അതെനിക്കറിയാം. ഒരിക്കലെങ്കിലും എൻ്റെ അവസ്ഥ ഒന്ന് അവരോട് പറഞ്ഞിട്ട് എനിക്ക് മരിക്കുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. പക്ഷേ എങ്ങനെ, ആര്, ഇല്ല അല്ലാ, ഇനി ഒരിക്കലും എൻ്റെ നാട് ഞാൻ കാണൂല. ഞാൻ ഇവിടെ തന്നെ കിടന്ന് മരിക്കായിരിക്കും. സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന് എന്തൊക്കെയോ സ്വപ്നങ്ങൾ ബാക്കിയുണ്ട്, അതൊന്നും പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അതെ, ഇവിടെ നിന്ന് പുറത്ത് കിടക്കാൻ ഒന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ. പക്ഷേ തന്നെ പൂട്ടിയിട്ട് പോയിക്കാണ്. ആടുകളതാ കരയുന്നു, ഒട്ടകങ്ങൾ അദ്ദേഹത്തെ ദയനീയതയോടെ നോക്കുന്നു. അതെ, അടുത്ത മരണത്തിൻ്റെ അവകാശിയാണ് അയാളെന്ന് കാത്തിരിക്കുന്ന, മരണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന പോലെയാണ്. എന്ത് ചെയ്യാൻ, എത്രയൊക്കെ പൂട്ട് തല്ലിപ്പൊളിക്കാൻ ശ്രമിച്ചാലും കഴിയില്ല. അത്രക്കും വലിയ ഇരുമ്പ് ദണ്ടുകൾ കൊണ്ടാണ് ആ കൂടുണ്ടാക്കിയിരിക്കുന്നത്. അത്രക്കും വലിയ പൂട്ടും എങ്ങനെ ആരോഗ്യമില്ലാത്ത ഈ ശരീരം കൊണ്ട് എത്രയൊക്കെ തന്നെ കുത്തിപ്പൊളിക്കുവാൻ ശ്രമിച്ചാലും കഴിയില്ല. എന്തിന്, മരണം മുന്നിൽ കണ്ടുകൊണ്ട് അദ്ദേഹം അവിടെ കിടക്കുകയാണ്. എന്നാൽ ഈ സമയം അതാ നമ്മുടെ ഹംദയും ഷാമിലും. ഹംദ പറയാണ്, ഷാമിൽ, കാട്ടറബികളെല്ലാം പോയില്ലേ, നമുക്ക് ആ മസറയിലേക്ക് തിരിച്ചു പോയി അല്പം ഒന്ന് വിശ്രമിച്ചാലോ, അതിശക്തമായ വെയിലാണ്, എൻ്റെ കാലുകളും തലയും എല്ലാം പൊള്ളുന്നു, എനിക്ക് കഴിയുന്നില്ല, ഞാനാകെ തളർന്നു പോവുകയാണ്. നമ്മുടെ ഒട്ടകം ഉണ്ടായിരുന്നെങ്കിൽ, ഒട്ടകത്തെയും കാണുന്നില്ല. ഹംദ, മോള് കരയല്ലേ. ഷാമിൽ, ഞാനാകെ തളരുന്ന പോലെ. ഹംദയെ അതാ അവൻ വാരിയെടുക്കുന്നു. മോളെ വിഷമിക്കണ്ട, ഞാനിതാ മസറയിലേക്ക് നിന്നെയും കൊണ്ട് ഓടുകയാണ്. അങ്ങനെ അതാ മസറയിലേക്ക് ആ പൊരിവെയിലത്ത് ചുട്ടുപൊള്ളുന്ന ആ മണലിൽ ചവിട്ടുകൊണ്ട് അവൻ ഹംദയെയും കൊണ്ട് ഓടുകയാണ്. ഹംദ ദാഹിച്ചു വലഞ്ഞ് ഇപ്പോൾ എന്തോ ആയിത്തീരുന്നു എന്നവൻക്ക് മനസ്സിലായി കഴിഞ്ഞു. അവൾ ബോധരഹിതയായി പോകുമോ എന്ന് വരെ അവൻ ഭയപ്പെട്ടു. പടച്ച റബ്ബേ, എന്നെ എൻ്റെ മേഡം ഏൽപ്പിച്ച ആ ഒരു കാര്യം എനിക്ക് പൂർത്തിയാക്കാൻ കഴിയാതെ, റഹ്മാനെ, അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, റഹ്മാനെ, എന്നെയായിട്ട് നീ ഇവിടെ ബാക്കി വെക്കല്ലേ അല്ലാ. റബ്ബേ,
അവൻ കണ്ണീരോടെ അതാ ഓടുകയാണ് ആ മസ്രയിലേക്ക്. അതെ, ഒരുപാട് ദൂരമുണ്ട് മസ്രയിലേക്ക്. കാണുമ്പോൾ അടുത്താണെന്ന് തോന്നുമെങ്കിലും അവൻ ശക്തമായി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് അതാ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. അവനും തളർന്നു വീഴും എന്ന് തോന്നി. ഏത് നിമിഷവും അവൻ്റെ കാലുകളതാ വളരെയധികം തളർന്നു പോയി. അവൻ ഏത് നിമിഷവും ആ മണലിലേക്ക് അവളെയും കൊണ്ട് മറിഞ്ഞു വീഴും എന്നവൻക്ക് തോന്നി. എങ്കിലും അവൻ ശക്തി, യാ അല്ലാ എനിക്ക് നീ ശക്തി താ അല്ലാ എന്ന് പറഞ്ഞ് അതാ അവളെയും കൊണ്ട് ആ പൊരിവേലിൽ ഓടുകയാണ്. ഓടിത്തളർന്ന അവൻ ആ മസറയുടെ ഗേറ്റിനരികിൽ എങ്ങനെയൊക്കെയോ എത്തി ഹംദയെ അവിടെ കിടത്തി. അവൻ ദീർഘമായി ശ്വാസം വിട്ടു. യാ അല്ലാ, കാട്ടറിവുകൾ അവരെങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും എനിക്കറിയുന്നില്ല. പടച്ച റബ്ബേ, നീ കാവലുണ്ടല്ലോ. അവൻ ആ ഗേറ്റ് തുറന്ന് അതാ അകത്തേക്ക് കയറുന്നു. ഭാഗ്യം ഗേറ്റ് പൂട്ടിയിട്ടില്ലായിരുന്നു. അവൻ അവിടെ ഇവിടേക്കായിട്ട് അതാ തിരഞ്ഞു നടക്കുന്നു അയാളെ. ഏയ് ഇക്ക, നിങ്ങളെവിടെയാണ്? നിങ്ങൾ കാണുന്നില്ലല്ലോ. എവിടെ എവിടെ പോയി? ഏയ് ഇക്ക, നിങ്ങളെവിടെയും കാണുന്നില്ലല്ലോ. പെട്ടെന്ന് ഒരു ഞെരങ്ങൽ ശബ്ദം കേട്ടു. അല്ലാ, എവിടുന്നോ ശബ്ദം കേൾക്കുന്നുണ്ട്. ഇല്ല, അദ്ദേഹം ഇവിടെയുണ്ട്. എവിടേക്കോ പെട്ടെന്നാണ് അതാ ആ ആടൻ പറ്റത്തിൻ്റെ പിറകിലായിട്ടുള്ള ആ ഒരു ഇരുമ്പ് കൂട്ടിലിൻ്റെ അവിടെ നിന്ന് ശബ്ദം കേൾക്കുന്ന പോലെ തോന്നിയത്. ആടുകൾ ഇയാളെ കണ്ടപ്പോൾ കരയുകയാണ് ചെയ്തത്. എന്നാൽ ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് അയാൾ പോകുവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവിടെ അതാ ഒരു പാത്രത്തിൽ ആടുകൾക്കുള്ള വെള്ളം കാണുന്നു. റബ്ബേ, ഇതെങ്കിൽ ഇത്. അവിടെയുള്ള ഒരു തോൽപാത്രത്തിൽ അതിൽ നിന്ന് കുറച്ച് വെള്ളം മുക്കി അവൻ പുറത്തേക്കോടി. അതാ അവളെ അവിടെ കിടത്തിയിരിക്കുകയാണ്. അവളുടെ മുഖത്തേക്ക് അല്പം തെളിച്ചു കൊടുത്തു. അവളുടെ ചുണ്ടിലും നിറച്ചു കൊടുത്തു. അല്ലാ, ഞാനെവിടെ? മോളെ ഹംദ, ഒന്നും പറ്റിയിട്ടില്ല. വാ, നമുക്ക് മസ്രയിലേക്ക് പോകാം. മസ്രയിലേക്ക് അതാ അവളെ എടുത്തു കൊണ്ടുവന്ന് ആ തണലിൽ കിടത്തി. അല്ലാ, ഷാമിലിന് എന്തെങ്കിലും പറ്റിയോ? ഇല്ല, നീ ഇവിടെ റെസ്റ്റ് എടുക്ക് തൽക്കാലം. അവൻ കൊടുത്ത ആ വെള്ളം ഒരുപാടങ്ങ് കുടിച്ചു. റബ്ബേ, മുഷിഞ്ഞ വെള്ളമാണെന്ന് തോന്നുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ, ദാഹിച്ചു വരഞ്ഞാൽ. അവളത് ഒരുപാടങ്ങ് കുടിച്ചു. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. അങ്ങനെ അതാ ഷാമിൽ ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് പോയി നോക്കി. ഇവിടുന്നൊരു ശബ്ദം കേട്ടല്ലോ. ആ മനുഷ്യൻ്റെ ദയനീയമായ ആ ഒരു ഞെരങ്ങൽ ശബ്ദം കേൾക്കുന്നല്ലോ. ആടുകൾ ശബ്ദമുണ്ടാക്കി ആ ഭാഗത്തേക്ക് അവനെ എത്തിച്ചു. ആ ഒരു കാഴ്ച കണ്ട് അവൻ ഞെട്ടിപ്പോയി. യാ റബ്ബേ, ആ ഒരു ഇരുമ്പുകൂട്ടിലേക്ക് അദ്ദേഹത്തെ പിടിച്ച് തള്ളിയിട്ട് വലിയൊരു ഇരുമ്പ് പൂട്ടുകൊണ്ട് പൂട്ടിയിരിക്കുന്നു. യാ റബ്ബേ, ഇനി എന്ന് തുറന്നു കൊടുക്കും അത്? അവൻ ആ ഇരുമ്പ് കൂടിൻ്റെ അടുക്കിലേക്ക് ചെന്നു. ഇക്ക, മോനെ, നിങ്ങൾ തിരിച്ചു വന്നോ? എന്തിനാ തിരിച്ചു വന്നത്? അല്ല, നിങ്ങളെ ആരാണ് ഇങ്ങനെ പൂട്ടിയിട്ടത്? മോനെ, ഇനി ഒരിക്കലും ഞാൻ ഈ കൂടിൽ നിന്ന് പുറത്തു പോവില്ല. മരണത്തെ കാത്തു കിടക്കലാണ് അവസാനം ഇവർ ചെയ്യുന്ന പണിയാണത്. അവർക്കെതിരെ എന്തെങ്കിലും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഈ കൂട്ടിലിട്ട് പോകും. ഒരാഴ്ച, 2 ആഴ്ച, അല്ലെങ്കിൽ 1 മാസം, 2 മാസം കഴിഞ്ഞ് വരുമ്പോഴേക്കും നമ്മൾ വെള്ളവും ഭക്ഷണവും ഇല്ലാതെ ഇവിടെ കിടന്ന് പിടഞ്ഞ് മരിച്ച് നമ്മുടെ അസ്ഥികൂടങ്ങളും തലയോട്ടികളുമായിരിക്കും ഇതിൽ ബാക്കിയുണ്ടാവുക. ആ അവസ്ഥയാണ് എനിക്ക് ഉള്ളത്. നോ, അത് ഞാൻ സമ്മതിക്കില്ല. അവൻ ചുറ്റുഭാഗത്തുമായി നോക്കി. ആ പൂട്ട് പിടിച്ച് കുലുക്കി. റബ്ബേ, എന്താണിത്? അത്രയും ശക്തമായ പൂട്ടാണല്ലോ ഇത്. പഠിച്ചവനെ, ഇതിൻ്റെ ചാവി എവിടെയെങ്കിലും ഇല്ല? അതൊക്കെ അവർ കൊണ്ടുപോയിട്ടുണ്ടാവും മോനെ. എന്നാൽ പെട്ടെന്നാണ് അവൻ്റെ കണ്ണിൽ അത് പെട്ടത്. അതാ വലിയൊരു ചുറ്റിക അവിടെ. ആ ചുറ്റിക അവൻ എടുത്തു കൊണ്ടുവന്നു. ആ പൂട്ട് തല്ലിപ്പൊളിക്കാൻ തുടങ്ങി. ശക്തമായി അവൻ തല്ലിപ്പൊളിക്കുകയാണ്. പൂട്ട് നല്ല ശക്തിയുണ്ടെങ്കിൽ മാത്രമേ അത് പൊട്ടുകയുള്ളൂ. എന്നാൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് ആ പൂട്ടിലേക്ക് ശക്തമായി
അവൻ അടിക്കുകയാണ്. മോനെ, കഴിയില്ല, അത്രക്കും വലിയ പൂട്ടാണത്, എല്ലാവരെയും കൊല്ലുന്ന പൂട്ടാണത്, കഴിയില്ല മോനെ. അയാൾ ദയനീയമായി അത് പറഞ്ഞു. ഇല്ല ഇല്ലക്ക, ഒരിക്കലുമില്ല, നിങ്ങളെ മരണത്തിന് ഞാൻ വിട്ടുകൊടുക്കില്ല, നിങ്ങൾ ജീവിക്കണം. ഏത് നിമിഷത്തിലാണ് അവൾക്ക് ഇങ്ങോട്ട് വരാൻ പറയാൻ തോന്നിയത് ഹംദക്ക്? അവളുടെ ആ ഒരു വാക്കുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് എത്തിയത്. റബ്ബേ, ശക്തമായി ആ പൂട്ടുകൾ അതാ അവൻ തല്ലിപ്പൊളിക്കുകയാണ്. ഒരുപാട് സമയം അടിച്ചടിച്ച് എന്തൊക്കെ തന്നെയാലും അതിൻ്റെ ഒരു ഭാഗം ഓപ്പണായി ഉള്ള ശക്തിയിൽ അവനത് പിടിച്ച് പറിച്ചെടുത്തു. യാ അല്ലാ, അദ്ദേഹത്തിൻ്റെ അതാ ആ വാതിൽ പതുക്കെ തുറക്കുന്നു. മോനെ, പടച്ചറബാണ് നിന്നെ ഇറക്കിയത്, പടച്ചറബ്, എനിക്ക് കുറച്ച് വെള്ളം. അദ്ദേഹത്തിന് ശബ്ദം പോലും ഇല്ലായിരുന്നു. എന്നാൽ ഹംദക്കെടുത്ത അതേ പാത്രത്തിൽ നിന്ന് വെള്ളം മുക്കി അയാൾക്ക് വായിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. അയാൾ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റിരുന്നു. മോനെ, എനിക്ക് അള്ളാഹു ആയുസ് നൽകിയിട്ടുണ്ടല്ലേ കുറച്ചുകൂടെ, അതുകൊണ്ടല്ലേ അല്ലെങ്കിൽ ഞാൻ പിടഞ്ഞ് അന്നവും വെള്ളമില്ലാതെ പട്ടിണി കിടന്ന് മരിക്കേണ്ട രൂപമായിരുന്നു. ഞാൻ നിങ്ങളെ പടച്ചവനായിട്ടാണ് രക്ഷിച്ചത്. ഇക്ക, നിങ്ങൾ എണീക്ക്, നമുക്ക് പോകാം ഇവിടെ നിന്ന്. മോനെ, പലവട്ടം ഞാൻ ശ്രമിച്ചതാണ്, പക്ഷേ അവരുണ്ടെങ്കിൽ ഇല്ല, അവർ നിങ്ങളെ പൂട്ടിപ്പോയത് കൊണ്ട് ഇപ്പോഴൊന്നും വരില്ലല്ലോ. 1 മാസം അല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞല്ലേ വരുള്ളൂ. അതുകൊണ്ട് വരി, നമുക്ക് പോകാം. മോനെ, ഈ വേഷത്തിൽ ഞാൻ പോന്നു കഴിഞ്ഞാൽ എന്നെ ആളുകൾ കണ്ടാൽ പേടിക്കും. അതൊന്നും സാരമില്ല, നിങ്ങൾ വരി, നമുക്ക് രക്ഷപ്പെടാം. ഷാമിലിനെ, അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം എന്നായിരുന്നു. മോനെ, നിങ്ങൾ പോയിക്കോളൂ, ഞാൻ ഏതെങ്കിലും വഴിക്ക് നടന്നു പോട്ടെ. എന്നെ എവിടെ വെച്ച് കണ്ടാലും അവർ പിടിക്കപ്പെടും, അതെനിക്ക് ഉറപ്പുണ്ട്. ഇക്ക, നിങ്ങളൊന്ന് വരി, എങ്ങനെയെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാം. ഇവിടെ നിൽക്കുമ്പോഴല്ലേ എങ്ങോട്ടല്ല അവർ വരിക, എവിടെങ്കിലൊക്കെ മാറി നിൽക്കാം. വരി. അദ്ദേഹം ആകാംക്ഷയോടെ പ്രതീക്ഷയോടെ അവരെ നോക്കി. ഞാൻ രക്ഷപ്പെടേ, ഇവിടെ നിന്നോ, എനിക്കതിന് കഴിയുമോ മക്കളെ? നിങ്ങൾ പടച്ച റബ്ബേ ഇറക്കിയ മക്കളാണ് എനിക്ക്. ഞാൻ ഇവിടെ നിന്ന് രക്ഷപ്പെടേ, ഞാൻ എങ്ങനെ രക്ഷപ്പെടാനാ? എനിക്കതിന് ഇക്ക, നിങ്ങൾ ആലോചിച്ച് നിൽക്കല്ലേ, വരി, നിങ്ങൾ വരൂ. അങ്ങനെ അതാ ഹംദയെയും എഴുന്നേൽപ്പിച്ച് ഷാമിൽ അവർ 2 പേരെയും കൊണ്ട് അതാ പുറത്ത് കിടക്കുകയാണ്. ആ മസറയുടെ അതേ ശക്തമായ കഠിനമായ ചൂടാണ്. നേരം വൈകിയിട്ടുണ്ട്, പക്ഷെ ചൂടിന് ഒരു കുറവുമില്ല. അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഒരു ഭ്രാന്തനെ പോലെയാണ്. അദ്ദേഹത്തിൻ്റെ താടിയും മുടിയും ഡ്രസ്സും എല്ലാം കൂടി കണ്ടാൽ ശരിക്കും ഒറ്റനോട്ടത്തിൽ പേടി തോന്നും. പക്ഷേ ആ കണ്ണുകളിൽ എന്തോ ഒരു വെളിച്ചമുണ്ട്, ഒരു പ്രതീക്ഷയുണ്ട്. ഇക്ക, നിങ്ങൾ വരി, നമുക്കൊന്ന് പോയി നോക്കാം. അങ്ങനെ അവർ മസറക്ക് പുറത്തിറങ്ങി. ആ ആടുകളും ഒട്ടകങ്ങളും അദ്ദേഹത്തെ ദയനീയമായി നോക്കി. ഒരു പക്ഷേ ആ ആടുകളെല്ലാം കരുതുന്നുണ്ടാവും അയാൾ രക്ഷപ്പെട്ടോട്ടെ എന്ന്. കാരണം അത്രക്കും ഉപദ്രവങ്ങൾ അവിടെ നിന്ന് ഏൽക്കേണ്ടി വരുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് അതാ ഒരു ശബ്ദം കേൾക്കുന്നു. ഒരു നിമിഷം അവർ ഭയന്നു പോയി. റബ്ബേ, കാട്ടറബികൾ തിരിച്ചു വരുന്നുണ്ടോ? അതെ, ആ കാട്ടറബികളുടെ വാഹനത്തിൻ്റെ ശബ്ദമാണത്. അത് ഹോണടിച്ചുകൊണ്ട് വരുന്നുണ്ട്. ശരിക്കും അവർ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു. ഒരു നിമിഷം ഷാമിൽ പറഞ്ഞു, പേടിക്കണ്ട, അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ശക്തി നൽകിയിട്ടുണ്ട്, ഞാൻ അവരെ നേരിട്ടോളാം, നിങ്ങൾ പേടിക്കണ്ട. 2 പേരും എൻ്റെ ബാക്കിലേക്ക് നിന്നോളൂ. ശക്തമായി നെഞ്ചി വിരിച്ചുകൊണ്ട് അതാ ഷാമിൽ അവിടെ നിൽക്കുന്നു. പെട്ടെന്ന്, മോനെ വേണ്ട, അവർ അത്രക്കും ക്രൂരന്മാരായ ആളുകളാണ്. അവരുടെ കയ്യിൽ ആയുധങ്ങളുണ്ടാകാം. ഒരു നിമിഷം അവരുടെ കയ്യിലുള്ള ആ കത്തി നിൻ്റെ നെഞ്ചിലേക്ക് കുത്തിത്തറച്ചാൽ, വേണ്ട മോനെ, ദയവായി അതിന് നിൽക്കണ്ട, നമുക്കിവിടെ അങ്ങ് ഒതുങ്ങിക്കൂടാം. എന്നാൽ അപ്പോഴേക്കും ആ ശബ്ദം അടുത്തടുത്ത് വന്നിരുന്നു. അവർ ശരിക്കും ഭയപ്പെട്ടു. ഷാമിൽ പറഞ്ഞു,
മരിക്കുകയാണെങ്കിൽ നമുക്ക് ധീരതയോടുകൂടി മരിക്കാം, അല്ലാതെ ഭീരുക്കളായി നമ്മൾ ഒളിഞ്ഞിരിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത് മോനെ? എന്നാൽ അതാ ആ വാഹനത്തിൻ്റെ ശബ്ദം വീണ്ടും രണ്ടും കൽപ്പിച്ച് അവർ അതാ മുന്നോട്ട് തന്നെ നടക്കുന്നു. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, പ്രവാസികളുടെ കഥയാണല്ലോ ഇപ്പം നമ്മുടെ സ്റ്റോറിയിലെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാസ ലോകത്ത് ഒരുപാട് ആളുകൾ കഷ്ടപ്പെടുന്നുണ്ട്. അവർക്കെല്ലാവർക്കും ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. അവരെ കഷ്ടപ്പാടിൽ നിന്ന്, എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും അള്ളാഹു അവരെ കാത്തുരക്ഷിക്കട്ടെ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, പ്രവാസിയായ ഒരു ഉമ്മ എന്നോട് ഇന്നൊരു കാര്യം പറഞ്ഞിരുന്നു. നമ്മുടെ സ്റ്റോറികളെ കേൾക്കുന്ന ഉമ്മയാണ്. അവരുടെ ഫാമിലിയിൽപ്പെട്ട ഒരു കല്യാണം ഉണ്ടായത്രേ. അവർക്ക് കല്യാണം വിളിക്കുവാൻ വേണ്ടി, കല്യാണം പറയാൻ വേണ്ടി പോയപ്പോൾ ബൈക്കും ഓട്ടോറിക്ഷയും തമ്മിൽ ആക്സിഡൻ്റായി. ഉമ്മാക്കും മകനുക്കും നല്ല പരിക്കുകൾ ഏറ്റിട്ടുണ്ട്, ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് കമൻ്റൊക്കെ ചെയ്തിരുന്നു, മെസ്സേജ് അയച്ചിരുന്നു. നമ്മുടെ ഫാമിലിയിൽപ്പെട്ട തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തീർത്തു കൊടുക്കട്ടെ. പരിപൂർണ്ണ ശിഫ നൽകി തിരിച്ചു വരട്ടെ. അവർക്ക് വിവാഹത്തിലൊക്കെ നല്ല രീതിയിൽ പങ്കെടുക്കുവാനും വിവാഹം കഴിക്കുവാനൊക്കെ ഉള്ള ഭാഗ്യം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. പെട്ടെന്നുള്ള അപകടങ്ങളെ തൊട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തു രക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ തന്നെ ഇന്നലത്തെ കമൻറ്റിൽ കണ്ടിരുന്നു, നമ്മുടെ സ്റ്റോറി കാണുന്ന ഒരാൾ വീണിട്ട് ഭയങ്കര കയ്യിനും കാലിനൊക്കെ ഭയങ്കര പരിക്ക് പറ്റിയിട്ടുണ്ട്, ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അല്ലാഹു പരിപൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അല്ലാഹു തീർത്ത് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. മരണം ഖൈറാകുമ്പോൾ ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.